ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. സോ നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാണ്, അതായത് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് കൊണ്ട് ഇയാൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു മാറി. നിങ്ങൾ രണ്ടും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ യാതൊരുവിധ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഐഡിയ ഇല്ല നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. ചില നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ, അതായത് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് മാറി നിങ്ങൾ ഹീൽഡായി എന്ന് പറയാം. നിങ്ങൾ കരയാനുള്ളതും സങ്കടപ്പെടാനുള്ളതും ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് മാറി നിങ്ങളുടെ ഗ്രോത്ത്, അതായത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പുതിയ ജോലിയിലോട്ടൊക്കെ കയറിയിട്ടുണ്ടാവാം, പിന്നെ അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലോട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് ശേഷം. അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു മൈൻഡൊക്കെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങൾ. പക്ഷേ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ തകർന്നു, എല്ലാം അയാളുടെ കയ്യിൽ നിന്നും പോയി. ഇനി അയാളുടെ ജീവിതം എങ്ങോട്ടാണ്, അതായത് ഇനി അയാൾക്ക് മുന്നോട്ട് പോകാൻ യാതൊന്നുമില്ല. അതായത് അയാൾ പകച്ചു നിൽക്കുകയാണ് അയാളുടെ ജീവിതത്തിൽ. അയാളുടെ ലൈഫിൽ അയാൾക്ക് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി അയാൾക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ല. ചിലപ്പോൾ അയാളുടെ ബിസിനസ്സിൽ ഒരു വൻ തകർച്ച ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഫിനാൻസ് കാര്യങ്ങൾ, അതായത് ഒരുപാട് പൈസ നഷ്ടങ്ങൾ ഉണ്ടായിട്ടാം, അതല്ലെങ്കിൽ ഒരുപാട് വിശ്വസിച്ച് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് ഓർത്തിരുന്ന ആൾക്കാർ അയാളെ വഞ്ചിച്ചിട്ടുണ്ട്. അതായത് അയാൾ ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ അയാൾക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. അതേപോലത്തെ രീതിയിൽ അയാൾക്ക് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് അയാൾ തകർന്നാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ അയാൾ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നൊക്കെ അയാൾക്ക് ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ചീത്തയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അയാളുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ അയാൾ ഒരുപാട് അകന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അയാളെ വെറുക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കാൻ, പക്ഷെ അതിനുള്ളൊരു ചാൻസ് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എനർജി അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തിനെ എല്ലാവരും കൂടെ പറ്റിച്ച് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയിൽ പോയി ചാടിയ ഒരു അവസ്ഥയാണ്. ഇയാൾക്ക് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് പോയ ആ ഒരു സ്ഥലത്ത് ഇയാൾക്ക് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അയാൾ മാനസികമായിട്ടും ഒക്കെ ഒരുപാട് തകർന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ശരിക്കും ഇനി അയാളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. അയാൾ മൊത്തത്തിൽ തകർന്ന് അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അയാളോട് ഒരു നല്ല വാക്ക് സംസാരിക്കാനോ ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവ് അയാൾക്ക് വന്നപ്പോഴാണ് അയാൾക്ക് നിങ്ങളോടുള്ള, അതായത് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറ്റി നമ്മൾ ഓർക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഈ ഒരുപാട് നെഗറ്റീവ്സ് അയാളുടെ ലൈഫിൽ നടന്നപ്പോഴാണ് അയാൾക്ക് നിങ്ങളുടെ ചിന്തകൾ വരാൻ തുടങ്ങിയത്. നിങ്ങൾ എത്രത്തോളം അയാളോട് ഇഷ്ടപ്പെട്ടിരുന്നത്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അയാൾ ഓർക്കാൻ തുടങ്ങി. ആ ഒരു ചിന്തകളിലോട്ടൊക്കെ അയാൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ എത്രയൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങളായിട്ട് സോൾവ് ചെയ്ത് സംസാരിച്ച് കാര്യങ്ങളിലോട്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അയാളുടെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും ഇല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ ശരിക്കും അയാൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ചെല്ലുന്നത്. അവരെപ്പോഴും എപ്പോൾ ചെന്നാലും അവർ നമ്മുടെ അടുത്ത് വരും. നമുക്ക് അവരോട് എന്തും പറയാം, തിരിച്ചൊന്നും മോശമായിട്ടോ അങ്ങനെയൊന്നും പറയില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഗൈഡൻസ് തരുമെന്ന് നമ്മളറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ.
നിങ്ങൾ ലവേഴ്സോ പാർട്ട്നേഴ്സോ ആരും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഒരു എല്ലാം ഒരു നല്ല രീതിയിൽ ഉപദേശിക്കുകയും എല്ലാ കാര്യങ്ങളും നല്ലൊരു സെൻസിൽ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് എല്ലാവരോടും തന്നെ സംസാരിക്കുക. ഈ ഒരു പേഴ്സണോട് പ്രത്യേക ഒരു കരുതലും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അയാൾ എല്ലാം തകർന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളെ മിസ് ചെയ്യുന്നതും നിങ്ങളെ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അയാളുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്കിപ്പോൾ നിങ്ങളുടെ ചിന്തകളാണ് ഇപ്പോൾ അയാളുടെ ഉള്ളിൽ മുഴുവനും. കാരണം വെച്ചാൽ അയാൾക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യണം. അതല്ല എങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു വ്യക്തി ഈ ഒരു ജീവിതത്തിൽ, അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും അയാൾ പോയതിനു ശേഷം അയാൾക്ക് നിങ്ങളെപ്പറ്റി എന്താ പറയുക, അയാൾ ശരിക്കും മാറി നിന്നു. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. അയാൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് പോയതാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും അയാൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ പോയതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ജോലി സ്ഥലത്ത്, അങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക ഓരോരുത്തർ. അപ്പം ആ ഒരു സ്ഥലത്ത് ഇയാൾ നിങ്ങളിൽ നിന്ന് മാറി അയാൾ എങ്ങോട്ടേക്കാണോ പോയി അവിടെ ചെല്ലുന്നതോറും ഇയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് പോലെ നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുക. അതായത് നിങ്ങളുടെ എനർജി നല്ലതായിട്ടാണ് ചെല്ലുന്നത്, പക്ഷേ ഇയാൾക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. ആ എനർജി എപ്പോഴും വരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇയാളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ജീവിതത്തിൽ. അപ്പോൾ ആദ്യമൊക്കെ ഇയാൾക്ക് പ്രശ്നമായിരുന്നു ആ ഒരു എനർജീനെ, അതായത് നിങ്ങളിൽ നിന്ന് മാറി പിന്നെ എന്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സും ഇവരുടെ ചിന്തകളും ഒക്കെ വരുന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിലുള്ളതുപോലെ തന്നെ അയാൾക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിപ്പോയതാണ്. ഇപ്പോൾ പോയതിന് ശേഷം ഇപ്പോൾ അവിടെയും ഇങ്ങനെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടായതിന് ശേഷം ഒക്കെയാണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി കൂടുതൽ, അതായത് നിങ്ങളിലോട്ടേക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങി. നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയേനെ എന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലോട്ട് വന്ന് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി വെച്ചാൽ നിങ്ങൾ ശരിക്കും ഹീൽഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് നിങ്ങളിപ്പോൾ വളരെ സന്തോഷം ഉള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം എല്ലാ സന്തോഷകരമായിട്ടുള്ള കാര്യത്തിൽ കൂടെയൊക്കെ പോകുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ നോക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ല ജോലിയോ അങ്ങനെയുള്ള പൊസിഷനിലോ അങ്ങനെയുള്ള നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഓരോ കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ ചെല്ലാനും എടുക്കാനും, അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും പിന്നെ ഫാമിലീസിൽ കസിൻസും അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രെയിനിലും ബസ്സിലൊക്കെ അങ്ങനെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കാനും ഭയങ്കര നിങ്ങളുടെ ഒരു വൈബായിട്ട് ഒരുമിക്കുന്ന ഒരാളെയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തും നിങ്ങൾ ലൈഫിന് നേരത്തെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ എനർജിയിലും ഭയങ്കര വലിയ ഷിഫ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് അടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്കും നേരത്തെ നിങ്ങളെപ്പറ്റി ചിന്തകളും ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് നിങ്ങളിലോട്ട് തിരിച്ചു വരണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും എല്ലാം മനസ്സിലായപ്പോൾ അയാൾക്ക് ആൾക്കാരെയും അയാളുടെ ചുറ്റുപാടുള്ള എല്ലാവരെയും അയാൾക്കിപ്പോൾ ഒരുപാട് മനസ്സിലായി. ജീവിതത്തെ ഇപ്പോൾ ഒരുപാട് അയാൾ പഠിച്ചു. നല്ലതൊക്കെ എങ്ങനെയാണ്, ചീത്ത എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾക്കിപ്പോൾ നിങ്ങളിലോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് വന്ന് നിങ്ങളോടൊത്തൊരു ജീവിതം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ളൊരു ജീവിതമൊക്കെ ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഓരോ നിമിഷമൊക്കെ ആ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ എനർജി ശരിക്കും നിങ്ങളിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു ഇതാണ് അയാളിപ്പോൾ നിങ്ങളിലോട്ട് എനർജി ഫ്ലോ ആണ് നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അയാൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് അടുത്തെത്താൻ. അയാളുടെ മനസ്സിലും
എല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. അപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അയാളുടെ ഓർമ്മകളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങളതൊക്കെ മറന്ന് നിങ്ങൾ ഹാപ്പി മൈൻഡിലൊക്കെ ആയിരുന്നു നടന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ അയാളുടെ ഒരു ചിന്തയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവാം. അപ്പോൾ അത് ഇതുകൊണ്ടാണ് അയാൾക്കും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എനർജി ഒരുപോലെ വരുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ നിങ്ങൾക്കും തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയാൻ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ട്. പക്ഷേ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ബാധ്യതയായിട്ടായിരുന്നു. അയാൾക്ക് നിങ്ങളെ ഒട്ടും പറ്റുന്നില്ല. അതായത് എന്താണ്, അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്സുകൾ അയാൾ നിങ്ങളിൽ പറയുന്നുണ്ട്. എന്തൊക്കെ അയാൾ മൈൻഡ് കൊണ്ടൊക്കെ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും അയാൾക്ക് നിങ്ങളെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അതായത് അയാൾക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ എന്താ പറയുക, എപ്പോഴും അയാൾ നിങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താമെന്നോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും കൂടുതൽ സംസാരിച്ചിട്ട്. എപ്പോഴും അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, അയാൾ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അയാൾ കുറേയൊക്കെ അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹമൊന്നും ഒരു ടൈം പീരീഡ് കൊണ്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും സംസാരിക്കുമ്പോഴും ചിലപ്പോൾ മൊത്തത്തിൽ അങ്ങ് സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാരേജിലോട്ടോ അല്ലെങ്കിൽ അതേപോലെ നമുക്കൊരു 100% ഒരു ഇത് അയാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ റിലേഷൻഷിപ്പാണ് എന്നൊക്കെ ആണെങ്കിൽ കൂടെ തന്നെയും നമുക്ക് ചില സമയത്ത് സംശയം തോന്നും, ഇത് ശരിക്കും അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? കാരണം വെച്ചാൽ അതേപോലത്തെ ഒരു ബിഹേവിയറൊക്കെയാണ് അയാളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത്. അയാൾ കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത്, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഡൗട്ട് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു മനുഷ്യനെ, ഒരുപാട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എനർജി ഭയങ്കരമായിട്ടും, അതായത് അയാൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ അയാളുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ആണ് അയാൾ നടന്നിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യണം, അതല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തോട്ട് പോകണം എന്നൊക്കെ ഒരു മൈൻഡായിരുന്നു ആ ഒരു പേഴ്സണ് ഒരു സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അയാൾ എന്താണോ ആഗ്രഹിച്ച് പോയത് അവിടെ അങ്ങനെയുള്ള ഒന്നും അല്ല കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പോൾ ശരിക്കും നിങ്ങളിലോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ആദ്യം ഉണ്ടായിരുന്ന അങ്ങനത്തെ ആ ഒരു ഇമോഷൻസൊക്കെ എങ്ങനെയായിരുന്നു, അതായത് നിങ്ങളോട് ദേഷ്യത്തോടെ ഇരുന്ന ആ ഒരു എനർജിക്ക് മാറി ഇപ്പോൾ നിങ്ങളിലോട്ട് വരാനും, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ അതായത് ചാൻസ് ഉണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അയാൾ ചിലപ്പോൾ പറയും. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഒരു റീപ്രപ്പോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസ് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. ഇനി നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എങ്ങനെയാണെന്ന് ആ റിലേഷൻ അത് നല്ല രീതിയിൽ കുറച്ചുകൂടെ തിക്കായിട്ട് കൊണ്ടുപോയിട്ട് അയാളുടെ ലൈഫ് ലോങ് കംപ്ലീറ്റ് നിങ്ങൾ അയാളുടെ കൂടെ വേണം എന്നൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് അയാൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നെഗറ്റീവ്സൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഇപ്പോൾ അയാൾ ഒരുപാട് ക്ലീൻ ആണ്, മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒക്കെ അയാൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയാളിപ്പോൾ ഭയങ്കര നല്ല ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. വീണ്ടും പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു മാരേജ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ്, മക്കളൊക്കെ ആയിട്ടൊക്കെ ജീവിക്കണമെന്ന് ഒരുപാട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ തെറ്റ് തിരുത്തിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങളോട് അതായത് നിങ്ങളോട് റീകണക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ ചിന്തകളും മാത്രമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വ്യക്തി തിരിച്ചു വരും. ഈ ഒരു വ്യക്തി ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം വന്ന് നല്ലൊരു ജീവിതം തുടരാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.